OIC സമ്മേളനത്തിൽ ഇന്ത്യക്ക് ലഭിച്ച പരിഗണന ഗൾഫുമായുള്ള രാജ്യത്തിന്റെ അടുത്ത ബന്ധത്തിന്റെ തെളിവാണെന്ന് ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥർ അബുദാബിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം വ്യക്തമാക്കിയത്. സൗദി അറേബ്യയും UAEയും തമ്മിൽ ഇന്ത്യ രൂപപ്പെടുത്തിയ ഏറ്റവും മികച്ച ബന്ധം OICയിലേക്ക് പരിഗണിക്കപ്പെടാൻ നമുക്ക് ഏറെ സഹായകമായെന്ന് വിദേശകാര്യ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരായ TS ത്രിമൂർത്തി, രവീഷ് കുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. External Affairs Minister Srimati Sushma Swaraj delivered her address as the guest of honor in today's plenary earlier this morning and opened a new chapter in our engagement with OIC. ഇന്ത്യയുടെ മികച്ച നയതന്ത്ര നേട്ടം കൂടിയാണിതെന്നും ഇരുവരും പറഞ്ഞു. UAEയിലെ ഇന്ത്യൻ സ്ഥാനപതി നവദീപ് സിംഗ് സൂരിയും വാർത്താ സമ്മേളനത്തിൽ സന്നിഹിതനായിരുന്നു. കശ്മീർ വിഷയത്തിൽ OIC ഇന്ത്യ വിരുദ്ധ നിലപാട് മയപ്പെടുത്തുമോ എന്ന ചോദ്യത്തിന് TS ത്രിമൂർത്തിയുടെ പ്രതികരണം ഇതായിരുന്നു. See, we have opened a new chapter in our relations with OIC. At this point of time, I don't want to speculate on what sort of resolution which will come out after today or tomorrow. But our position has been made very clear over the years. Jammu and Kashmir is an integral part of India, and we will not let anyone interfere in our internal affairs. And that position stands. OIC സമ്മേളന ഭാഗമായി വിവിധ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായും സുഷമ സ്വരാജ് അനൗപചാരിക ചർച്ച നടത്തിയതായി ബന്ധപ്പെട്ടവർ അറിയിച്ചു. മീഡിയ 1 അബുദാബി. കൂടുതൽ വിശദാംശങ്ങളുമായി MC നാസർ അബുദാബിയിൽ നിന്നും ചേരുന്നുണ്ട്. MC നാസർ, ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയുടെ വിദേശകാര്യ സമ്മേളനം, ആ സമ്മേളനത്തിൽ അതിഥി രാജ്യമായി ഇന്ത്യക്ക് പങ്കെടുക്കാൻ സാധിച്ചിരിക്കുന്നു. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി അവിടെ സംസാരിച്ചിരിക്കുന്നു. സമ്മേളനം ഇപ്പോഴും പുരോഗമിക്കുകയാണോ? പ്രത്യേകിച്ച് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിലും പാകിസ്ഥാൻ ഈ സമ്മേളനം ബഹിഷ്കരിക്കപ്പെടുന്ന ആ ഒരു സാഹചര്യത്തിലും ഏത് തരത്തിലാണ് സമ്മേളനത്തെ ഇന്ത്യ അഭിസംബോധന ചെയ്തത്? ഷബീർ, ഇന്ന് വൈകിട്ടോടു കൂടിയാണ് സമ്മേളനത്തിന്റെ ആദ്യ ദിവസം സമാപിച്ചിരിക്കുന്നത്. വലിയ തോതിലുള്ള ഒരു പിന്തുണ തന്നെ നയതന്ത്ര തലത്തിൽ ഇന്ത്യക്ക് ഇന്ന് ലഭിച്ചു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നമുക്കറിയാൻ സാധിക്കും, പിന്നിട്ട 5 പതിറ്റാണ്ടുകളായി 50 വർഷമായി OIC രൂപീകരിച്ചത് മുതൽ ഇന്ത്യയുടെ ഒരു ആവശ്യമാണ് തങ്ങൾക്ക് കൂടി ഇതിൽ പങ്കാളിത്തം ലഭിക്കേണ്ടതുണ്ട്. കാരണം ഇന്തോനേഷ്യയെ മാറ്റി നിർത്തിയാൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ അധിവസിക്കുന്ന ഒരു രാജ്യം എന്ന നിലക്ക് ഇന്ത്യക്ക് അതിന് ന്യായമായ തന്നെ അവകാശമുണ്ട് എന്ന് പല ഘട്ടങ്ങളിലും ഇന്ത്യ ഔദ്യോഗികമായി തന്നെ അറിയിച്ചെങ്കിലും വേണ്ട അനുഭാവപൂർണമായിട്ടുള്ള ഒരു നിലപാട് OICയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് UAEയുടെ വിദേശകാര്യ അന്താരാഷ്ട്ര സഹകരണ മന്ത്രി കൂടിയായിട്ടുള്ള ഷെയ്ഖ് അബ്ദുല്ല ബിൻ സായിദ് അൽ നഹിയാൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ 5 പതിറ്റാണ്ട് പിന്നിട്ട ഘട്ടത്തിൽ നാം ഒരു പുതിയ പരിപ്രേക്ഷ്യത്തിലേക്ക് നീങ്ങേണ്ടതുണ്ട്. എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊണ്ടുകൊണ്ട് മുസ്ലിം രാഷ്ട്രങ്ങൾ എന്നതിലപ്പുറം തന്നെ മറ്റ് താല്പര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് ഒരു പുതിയ പരിപ്രേക്ഷ്യം രൂപപ്പെടുത്തേണ്ടതുണ്ട്. അതിന്റെ കൂടി ഭാഗമായാണ് ഇന്ത്യയെയും അതോടൊപ്പം തന്നെ കൊസോവോ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ കൂടി ഉൾക്കൊള്ളാൻ OIC തയ്യാറായിരിക്കുന്നത് എന്ന് കൃത്യമായി തന്നെ പറയുകയുണ്ടായി. ഏതായാലും സുഷമ സ്വരാജ് വളരെ കൃത്യമായി തന്നെ ഇന്ത്യയുടെ നിലപാടുകൾ ഈ സമ്മേളനത്തിൽ അവതരിപ്പിച്ചു. പാകിസ്ഥാനെ പേരെടുത്ത് പറയാതെയാണ് വിമർശിച്ചത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം OICയുടെ താല്പര്യം, മറ്റ് രാജ്യങ്ങളുടെ താല്പര്യങ്ങൾ, കൂട്ടായ്മയുടെ താല്പര്യങ്ങളൊക്കെ മുൻനിർത്തിയാവാം പാകിസ്ഥാൻ എന്നൊരു പദം പോലും ഉപയോഗിക്കാതെയാണ് തീവ്രവാദത്തിനെതിരെ അതിന്റെ ചെറുതും വലുതുമായ എല്ലാ രൂപങ്ങൾക്കെതിരെയും കൂട്ടായ ഒരു നീക്കം നടത്തേണ്ടതുണ്ട് എന്ന് കൃത്യമായി തന്നെ ഒരു സന്ദേശം നൽകുകയുണ്ടായി. ഏതാണ്ട് കരഘോഷത്തോടു കൂടി തന്നെയാണ് OICയിലെ വിദേശകാര്യമന്ത്രിമാരും മറ്റ് പ്രതിനിധികളും ഇതിനെ സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു മേൽക്കൈയുടെ ഏറ്റവും അടിസ്ഥാന ഘടകം സൗദി, UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളുമായി ഇന്ത്യ രൂപപ്പെടുത്തിയിരിക്കുന്ന പിന്നിട്ട 5-10 വർഷങ്ങൾക്കുള്ളിൽ നാം രൂപപ്പെടുത്തിയിരിക്കുന്ന ആത്മബന്ധമാണ്. ഈ ബന്ധമാണ് നമുക്ക് OICയിലേക്ക് വളരെ എളുപ്പത്തിൽ ഒരു പരിഗണന, ഒരു അതിഥി രാജ്യം എന്ന നിലയ്ക്കുള്ള ഒരു പരിഗണന ലഭിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും തുടർ നടപടികളിലും ആ അനുഭാവപൂർണമായിട്ടുള്ള നിലപാട് ഇന്ത്യക്ക് കൈവരികയാണെങ്കിൽ അത് വലിയ ഗുണം ചെയ്യും. നേരത്തെ ഷബീർ സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാൻ ഇന്ത്യയെ ഈ സമ്മേളനത്തിലേക്ക് അതിഥിയായി ക്ഷണിച്ചതിലുള്ള നീരസം മുൻനിർത്തിക്കൊണ്ട് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഷാ മഹമ്മൂദ് ഖുറൈഷി വിട്ടുനിൽക്കുകയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ പാകിസ്ഥാനെ കൂടി അനുനയിപ്പിച്ചുകൊണ്ട് OICക്ക് ഒരു പൊതു രൂപം നൽകാനുള്ള ഒരു നീക്കത്തിൽ തന്നെയാണ് ഇന്ന് സമ്മേളനം എത്തിച്ചേർന്നിരിക്കുന്നത്. നാളെ കാശ്മീർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ OIC എന്ത് നിലപാടായിരിക്കും ഇനി സ്വീകരിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ നാളെ വൈകിട്ടാണ് സമ്മേളനം സമാപിക്കുന്നത്. അതോടുകൂടി ചില പ്രമേയങ്ങൾ പാസ്സാവും. ആ പ്രമേയം
പ്രമേയങ്ങൾ ഇന്ത്യൻ താല്പര്യങ്ങളെ ഹനിക്കുകയില്ല എന്ന ഒരു പ്രതീക്ഷയിലാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും അതോടൊപ്പം തന്നെ ഈ ഗൾഫ് മേഖലയിലെ നയതന്ത്ര ഉദ്യോഗസ്ഥരും. ഷബീർ, ഒപ്പം തന്നെ നാസർ, ഇന്ന് പ്രത്യേകമായി ഇന്ത്യയിലെ വിദേശകാര്യ ഉദ്യോഗസ്ഥർ ഒരു വാർത്താ സമ്മേളനം അവിടെ വിളിച്ചു ചേർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തത്? പ്രത്യേകിച്ച് ഇന്ത്യക്ക് നയതന്ത്ര തലത്തിൽ വലിയ പരിഗണന ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ പ്രത്യേകിച്ചും. ഷബീർ, തീർച്ചയായിട്ടും. കാരണം വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇത്തരമൊരു വാർത്താ സമ്മേളനം പ്രത്യേകിച്ച് വിദേശകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥർ തന്നെ ഇവിടെ വിളിച്ചു ചേർത്തിരിക്കുന്നത്. പക്ഷേ അത്തരം വാർത്താ സമ്മേളനങ്ങളും പാകിസ്ഥാനോ അതുമായി ബന്ധപ്പെട്ട മറ്റ് രാജ്യങ്ങളുടെയോ പരാമർശങ്ങൾ പൂർണ്ണമായി തന്നെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു സമീപനമായിരുന്നു ഈ വാർത്താ സമ്മേളനത്തിലും സ്വീകരിച്ചത്. കാരണം അത് നമുക്ക് മനസ്സിലാകുന്ന ഒരു സാധ്യത വെച്ചുകൊണ്ട് OIC-യുടെ ഭാഗത്തു നിന്ന് തന്നെ ഇന്ത്യക്ക് അങ്ങനെ ഒരു നിർദ്ദേശം പോയിട്ടുണ്ട്. ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു പ്രകോപനപരമായിട്ടുള്ള സമീപനം പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടോ മറ്റോ തൽക്കാലം ഈ കാര്യത്തിൽ എടുക്കരുത്. കാരണം പാകിസ്ഥാനെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് ഇന്ത്യയെയും പാകിസ്ഥാനെയും ഒരുമിച്ച് നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള ഒരു സ്ട്രാറ്റജിയാണ് OIC കാണുന്നത്. ഏഷ്യൻ മേഖലയിൽ ഈ രണ്ട് രാജ്യങ്ങളും കൈകോർത്ത് നിൽക്കേണ്ടതുണ്ട്. സൈനികമായിട്ടുള്ള ഏതെങ്കിലും നടപടികളിലേക്കോ കുറച്ച് നിഷേധാത്മകപരമായിട്ടുള്ള നടപടികളിലേക്കോ നീങ്ങുന്നത് മേഖലയുടെ താല്പര്യങ്ങൾക്ക് മാത്രമല്ല ഗൾഫിന്റെ താല്പര്യങ്ങൾ കൂടി പ്രതികൂലമായിട്ട് ബാധിക്കും എന്ന അർത്ഥത്തിലുള്ള കൃത്യമായിട്ടുള്ള ഒരു സന്ദേശം ഇന്ത്യക്ക് നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വൈകിട്ട് നടന്ന വാർത്താ സമ്മേളനത്തിലും സുഷമയുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു അതിഥി രാഷ്ട്രം എന്ന നിലയ്ക്കുള്ള OIC വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനത്തിലുള്ള അവരുടെ പ്രസംഗത്തിലും വളരെ കൃത്യമായി തന്നെ പാകിസ്ഥാൻ എന്നൊരു രാജ്യത്തെ പേരെടുത്ത് പറയാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മറ്റൊരു വിദേശ രാജ്യത്ത് വന്ന് സംസാരിക്കേണ്ടതില്ല എന്നൊരു തീർപ്പത്തിൽ തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയവും എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്ന് പത്രസമ്മേളനത്തിലൊക്കെ തന്നെ അവർ വ്യക്തമാക്കിയിരിക്കുന്നത് OIC-യുടെ ഭാഗത്തു നിന്ന് ഗൾഫ് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് ഇന്ത്യക്ക് ഇപ്പം വലിയ തോതിലുള്ള ഒരു മേൽക്കൈ ലഭിച്ചിരിക്കുന്നു. അതിനെ എല്ലാ അർത്ഥത്തിലും സാമ്പത്തിക നിക്ഷേപ രംഗങ്ങളിൽ മാത്രമല്ല രാഷ്ട്രീയമായിട്ടും പ്രതിരോധം ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് കൂടി വികസിപ്പിക്കാനുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു പദ്ധതിയും പ്ലാനുമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അതുമായി തന്നെ ഇന്ത്യ മുന്നോട്ട് പോകും. ഗൾഫ് രാജ്യങ്ങളുടെ പൂർണ്ണ പിന്തുണ അതിനുണ്ടാകും എന്നൊരു ശുഭാപ്തിയോടുകൂടിയാണ് ഇന്ന് OIC സമ്മേളനവും അവസാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സുഷമ സ്വരാജ് ഈ പര്യടനം ഈ സന്ദർശനം പൂർത്തീകരിച്ച് അവർ രാത്രിയോടുകൂടി തന്നെ ഡൽഹിയിലേക്ക് മടങ്ങുകയും ചെയ്തിരിക്കുകയാണ്. ഷബീർ, ഇസ്ലാമിക രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനം അബുദാബിയിൽ ആരംഭിച്ചിരിക്കുന്നു. അതിഥി രാജ്യ പ്രതിനിധിയായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു.